ദൈവം നിനക്ക് ബലം തന്നത് ബലഹീനരെ താങ്ങാനാണ്. ദൈവം നിനക്ക് അന്നം മുട്ടിക്കാത്തത് അന്നമില്ലാത്തവരെ കരുതാനാണ്. ദൈവം നമുക്ക് ബലം നൽകുന്നത് ചിലർക്കൊക്കെ ഒന്ന് താങ്ങായി മാറുവാനായിട്ടാണ്. എന്തിന്? കാനാവിലെ കല്യാണത്തിന് ആഘോഷങ്ങൾക്ക് നടുവിൽ അമ്മയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കരുണയാണ് ക്രിസ്തുവിലൂടെ കടന്നു എന്ന് സമൃദ്ധിയുടെ വീഞ്ഞായി അവിടെ പരക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയെ കരുണയിൽ നിന്ന് എവിടെയാ മാറ്റി നിർത്താൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഈ തീർത്ഥാടനം, ഈ ധ്യാനം നമുക്കൊരു കരുണയുടെ അനുഭവമായിട്ട് മാറുന്നത്. പരിഭവം പറയാതെ സ്നേഹം നിറയ്ക്കുന്ന ഒരമ്മയെ പറ്റി നമ്മൾ ഓർത്ത് നോക്കിക്കേ. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാൻ അറിയൂ, വീട്ടിലെ പാത്രങ്ങളുടെ ഒച്ച കൂടുമ്പോഴാണെന്ന്. വീട്ടിലെ പാത്രങ്ങൾ ഒച്ച ഉണ്ടാകുമ്പോഴാണെന്ന് അമ്മയ്ക്ക് കോപമുണ്ടായെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ചിന്തകൻ പറയുന്നത്. അതുകൊണ്ട് കരുണയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കാരണം ദൈവത്തിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന ഭാവമാണ് കരുണ. ദൈവം എത്ര സുന്ദരമായി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തു നോക്കിക്കേ. ദൈവം എത്ര കരുണയോടെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തു നോക്കിക്കേ. മനോഹരമായൊരു മസ്തിഷ്കം നമുക്ക് തന്നിട്ടുണ്ട്. 5 ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ മുഴുവൻ കാണാതെ പഠിക്കുവാൻ തക്കമണ്ണമുള്ള സ്റ്റോറേജ് പവർ തന്നിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. ജനിച്ചപ്പം മുതൽ നിലയ്ക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. 50-ലേറെ കെമിക്കൽ റിയാക്ഷനുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു കരൾ നമുക്ക് തന്നിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ 12 പ്രാവശ്യം രക്തം ശുദ്ധീകരിക്കത്തക്കവണ്ണമുള്ള വൃക്കകൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. 10 ദിവസത്തിന് കൊണ്ട് നമ്മുടെ നാവിന്റെ രുചി പുനർക്രമീകരിക്കത്തക്കവണ്ണം നാവിന്റെ കോശങ്ങളെ പുനർസൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട്. 10,000-ലേറെ മണം പിടിക്കാൻ തക്കവണ്ണമുള്ള മൂക്ക്, നാസിക നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ദൈവമേ, നിന്റെ കരുണയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ എനിക്കെന്താണ്, മറ്റെന്താണ് എനിക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത്? കരുണ കനിഞ്ഞു നൽകുന്ന ഒരു ദൈവമല്ലേ നമുക്കുള്ളത്? ആകാശത്തിലെ മേഘങ്ങളെ കാറ്റുകൊണ്ട് കനീഭവിപ്പിച്ച് ഭൂമിയിലേക്ക് മഴ ചൊരിഞ്ഞു തരുന്നൊരു ദൈവം കരുണയുടെ പ്രതീകമല്ലേ? ഭൂമിയിൽ പെയ്യുന്ന ഈ വെള്ളം തൻ്റെ ഭൂഗർഭത്തിൽ സംഭരിച്ചു വെച്ചിട്ട് മനുഷ്യന് പകർന്നു കൊടുക്കുന്ന ദിവ്യമായ സ്നേഹമല്ലേ ദൈവമെന്ന് പറയുന്നത്? അവൻ ദൈവത്തെ പറയുന്നതുകൊണ്ട് കരുണയുടെ കടൽ എന്നാ പറയുന്നത്. ആ കടൽ എത്ര പേരെയാ പോറ്റുന്നത്? മത്സ്യങ്ങളെയും മറ്റ് മുത്തുകളെയും ഒക്കെ അവിടെ സംരക്ഷിച്ച് എത്രയോ ജീവിതങ്ങൾ സമുദ്രം കൊണ്ട് നമ്മളെ പോറ്റുവാൻ തക്കവണ്ണം കൃപ ചൊരിയുന്നൊരു ദൈവമാണ് അവൻ. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നവൻ ഓർത്തു നോക്കിക്കേ. ആഷാഢവും ഹേമന്തവും ഗ്രീഷ്മവും വസന്തവും സൃഷ്ടിച്ചുകൊണ്ട് കാലോചിതമായി മനുഷ്യനെ കാത്തു സുരക്ഷിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിക്കേ. എത്ര സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ഒന്ന് ഒഴുകി വരുന്നത്. അതുകൊണ്ട് കരുണയെ കുറിക്കുന്ന പദം ഇവിടെ ഉപയോഗിക്കുന്ന ചെസേദ് എന്ന് പറയുന്ന വാക്ക. ചെസേദ്, കരുണയെ കുറിക്കുന്ന പദം. അത് എന്താന്ന് ചോദിച്ചാൽ കേവലം മേഴ്സി അല്ല, അത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞ എന്താ? മറ്റൊരാളിന്റെ വികാരത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവനുമായി താതാത്മ്യം പ്രാപിക്കുന്ന അനുഭവമാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, നിന്റെ അയൽക്കാരനെ നീ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ അവൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ, അല്ലെ നീ എങ്ങനെ ആഗ്രഹിക്കുന്നത് നിന്നെ പോലെ നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത്രത്തോളമുള്ള ഇഴുകിച്ചേരലിന്റെ, മനസ്സിലാക്കലിന്റെ പ്രക്രിയക്ക് പറയുന്ന പേരാണ് കരുണ എന്ന് പറയുന്നത്. ഈ കരുണയുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മളൊന്ന് ഉണർന്നത്. ഈ കരുണയുള്ളത് കൊണ്ടാണ് നമ്മുടെ കാര്യമൊന്ന് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഈ കരുണയുള്ളത് കൊണ്ടാണ് കണ്ണു തുറക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. എൻ്റെ ദൈവമേ, നിന്റെ കരുണകളെ ഓർത്താൽ നന്ദിയുടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്ര ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് തന്നോട് തന്നെ കരുണ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ, ഒറ്റ മകളാണ് അവർക്കുള്ളത്. അവർ ജീവിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടിയാണ്. വലിയ സമ്പത്തൊന്നുമില്ല. വിവിധ വീടുകളിൽ കൂലിവേലയ്ക്ക് പോയി കഷ്ടപ്പെട്ട് രാവിലെ മുതൽ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് ആ അമ്മ കൊച്ചിനെ പഠിപ്പിക്കുന്നത്. +2 കഴിഞ്ഞപ്പോൾ ആ മകൾ കോളേജിലേക്ക് പോകാൻ നേരം
അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് 2000 രൂപയുടെ ചുരിദാർ വാങ്ങിത്തരുമോ? അമ്മ വല്ലാതെ ഞടുങ്ങിപ്പോയി. കാരണം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ആ അമ്മ പെടുന്ന പാട് വളരെ സങ്കടകരമാണ്. അന്നേരം ആ മകൾ ചോദിക്കുന്നത് 2000 രൂപയുടെ ഒരു ചുരിദാർ വാങ്ങിത്തരുമോ? അമ്മ മോളോട് പറഞ്ഞു, മോളെ അത്രയ്ക്കില്ലെങ്കിലും 700 രൂപയുടെ ഒരു ചുരിദാർ എൻ്റെ മകൾക്ക് ഞാൻ വാങ്ങിത്തരാം. അവൾ തൃപ്തിയായില്ല. അന്നത്തെ ദിവസം അമ്മ ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ മകള് ചെയ്ത് എന്തെന്നറിയാമോ? അലമാരിക്കാത്തിരുന്ന മുഴുവൻ ഡ്രസ്സും പുറത്തേക്ക് വലിച്ചിട്ട് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. അതിനുശേഷം തൻ്റെ മേലേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തനിക്കും തീ കൊളുത്തി. ആരോ വിവരം പറഞ്ഞാണ് അമ്മ അറിയുന്നത്. അമ്മ ഓടി വരുമ്പോൾ ഈ മകള് വെന്ത് തീരാറായി. തലയ്ക്ക് കൈയും കൊടുത്ത് സങ്കടത്തോടെ അമ്മ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവര്, അമ്മയുടെ കഷ്ടപ്പാടോ വേദനയോ ആ മകൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. എന്തിന്? ഒരു കേവല വാശിക്ക് മുമ്പിൽ അവളോട് പോലും കരുണ കാണിക്കാതെ മരണത്തെ പുൽകുകയാണ്. എന്താണ് നമ്മുടെ തലമുറയ്ക്കൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സ്വയം കരുണ നഷ്ടപ്പെടുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് കരുണയെപ്പറ്റി ഉടയ തമ്പുരാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ കരുണ നമ്മളൊന്ന് കാണണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ തലമുറയൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് ഒന്ന് ആഴത്തിലേക്ക് സൂക്ഷിച്ചു നോക്കണം. ഞാൻ പറയും, ഷെൽഫിൽ നിന്ന് സെൽഫിലേക്ക് വേദപുസ്തകം ഇറങ്ങണം. നമ്മുടെയൊക്കെ വേദപുസ്തകം ഷെൽഫിലാ. നമ്മളൊക്കെ വേദപുസ്തകം ഷെൽഫിൽ നിന്ന് വിശുദ്ധ വേദപുസ്തകം സെൽഫിലേക്കൊന്ന് ഇറങ്ങണം. ഈ വേദപുസ്തകം, ഈ ദൈവത്തിന്റെ തിരുവചനം. കാരണം ഇതൊന്ന് തുറന്നു നോക്കിക്കേ, ദൈവ കരുണയുടെ മഹാത്ഭുതം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടത്തിവിടുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഇത് ഷെൽഫിൽ നിന്ന് നമ്മുടെ സെൽഫിലേക്ക് ഇറങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പുസ്തകം തുറന്ന് പഠിപ്പിക്കണം. ഇതിന്റെ കരുണയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം. വേറെ ഒന്നും കൊടുത്തുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നാഴ്ന്നിറങ്ങിയെങ്കിൽ മാത്രമേ കരുണയുടെ അർത്ഥം എന്താണ്, ദൈവിക കരുണ എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഈ കരുണയുടെ ചില തലങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന്, ഇവിടെ പറയുന്ന കരുണ ആത്മീയ കർത്തവ്യമാണ്. ഇവിടെ പറയുന്ന കരുണ ഒന്ന് ആത്മീയ കർത്തവ്യം, സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റിയാണ് കരുണയെ കുറിക്കുന്ന ഒന്നാമത്തെ അർത്ഥം. കരുണ മഹത്വത്തിന്റെ ബാഡ്ജാണെന്ന് പറഞ്ഞത് മഹാനായ ഷേക്സ്പിയർ ആണ്. മഹത്വത്തിന്റെ ബാഡ്ജാണ് കരുണയെന്ന് അഭിപ്രായപ്പെട്ടത് ഷേക്സ്പിയർ ആണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മീയ കർത്തവ്യം എന്ന് പറഞ്ഞാൽ? അതായത് നിനക്കൊരു ആത്മീയ ഉത്തരവാദിത്വമുണ്ട്. നിന്റെ ആത്മീയത നീ സൂക്ഷിക്കുന്നതൊപ്പം വഴിതെറ്റിപ്പോയ അനേകരെ നീ തിരിച്ചു കൊണ്ടുവന്ന് ചേർത്ത് പിടിക്കുക. ധൂർത്തപുത്രന്റെ ഉപമയൊന്നോ നോക്കിക്കേ. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന എന്തെന്നറിയാമോ? വഴിതെറ്റിപ്പോയവൻ അർഹിക്കുന്നത് കരുണയാണ്. അതുകൊണ്ടാണ് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പിഴച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നവനെ നെഞ്ചോട് ചേർക്കുന്നതിന്റെ പറയുന്ന പേരാണ് കരുണ എന്ന് പറയുന്നത്. പാപത്തിന്റെ ഭാരവുമായി കണ്ണുനീരൊലിപ്പിച്ച് ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തിയവളെ സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവിക സമീപനത്തിന്റെ പേരാണ് കരുണ എന്ന് പറയുന്നത്. ഈ കരുണ, ഈ തിരിച്ചുവരവിന്റെ കരുണ, ഈ തിരിച്ചുപിടിക്കലിന്റെ കരുണ ലോകത്ത് കൊടുക്കുവാനായിട്ട് വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ട്രാക്ക് തെറ്റിയവരെ ട്രാക്കിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള വലിയ ഉത്തരവാദിത്തം, വലിയ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വഴിതെറ്റിപ്പോയവരെ നീ സൗമ്യതയോടെ പഠിപ്പിക്കണം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വഴിതെറ്റിപ്പോയവരെ, ദുർമാർഗത്തിൽപ്പെട്ടവരെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതൊരു ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റിയാ. അത് കരുണയുടെ ഭാഗമാണ്. അത് നമുക്ക് നിർവഹിക്കേണ്ടതാണ്. അത് സാധാരണ ജീവിതത്തിൽ തീർച്ചയായും വേണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിലും അത്തരം ചില ചേർത്ത് പിടിക്കൽ. കാരണം ഒരാളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ മെറിറ്റ് കണ്ടുകൊണ്ട് മാത്രമല്ല, ഒരാളെ അയാളുടെ ദുർബലതയിലും അയാളുടെ കുറവുകളിലും അയാളുടെ ബലഹീനതകളിലും ചേർത്ത് പിടിക്കുന്നതിന് പറയുന്ന പേരാണ് കരുണ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ട്രാക്കിൽ നിന്ന് വഴിതെറ്റിപ്പോയ എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയും. ഈ അടുത്ത സമയത്ത് ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും പള്ളിയിൽ വളരെ സജീവരാണ്. അവർ
അവരെ കണ്ടു കഴിഞ്ഞാൽ മാതൃക ദമ്പതികളെന്ന് നമുക്ക് തോന്നി. ഒരു പള്ളി വരുമ്പോൾ ഭാര്യ പച്ച സാരി ആണെങ്കിൽ ഭർത്താവ് പച്ച ഷർട്ട്, പെയർ വാച്ചുകൾ, അവർ അതിനനുസരിച്ചുള്ള ചുമന്നിട്ട ചുവപ്പ്, പച്ചയ്ക്കാണ് പച്ച, വെള്ളയ്ക്കാണ് വെള്ള, കറുപ്പിനാണ് കറുപ്പ്. ഇവരുടെ നടപ്പും പോക്കും ഭാഷയും പൊതുസമൂഹത്തിലെ സംസാരവും കണ്ട മാതൃകാ ദമ്പതികളാണെന്ന് പറയത്തുള്ളൂ. പക്ഷേ ഒരു ദിവസം ഭവന സന്ദർശനം നടത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുഞ്ഞു പറയുകയാണ്, ഞങ്ങളുടെ അപ്പനും അമ്മയും എന്നും വെട്ടിവഴക്കാണ്. ഇവർ സമൂഹത്തിൽ വസ്ത്രധാരണത്തിൽ ആഭരണങ്ങൾ ധരിക്കുമ്പോഴൊക്കെ തന്നെ മാച്ചിങ് നോക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ മാച്ച് കാണണമെങ്കിൽ വീട്ടിൽ പോകണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് പോലാണ് അവർ ജീവിക്കുന്നത്. കാരണം ബദ്ധ ശത്രുക്കളെ പോലെ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കഴിയുന്ന എത്രയോ ഭവനങ്ങളുണ്ടെന്നറിയോ? ദ വാൽക്കിരീസ് എന്ന് പറയുന്ന കൃതിയിൽ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന വിഖ്യാത എഴുത്തുകാരൻ പറയുകയാണ്, അവരുടെ അദ്ദേഹത്തിന്റെ സ്വാനുഭവം അവിടെ പറയുന്നത്, ഒരുമിച്ച് താമസിക്കുമ്പോൾ അപരിചിതരായി തീർന്നവരാണ് ഞങ്ങളെന്ന് അദ്ദേഹം ഒരു കുമ്പസാരം നിർവഹിക്കുകയാണ്. ഒരുമിച്ച് ജീവിച്ച് അപരിചിതരായ ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതൊരു നോട്ടം കൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, കെട്ടഴിച്ചു വിട്ട വാക്കുകൊണ്ടാകാം. അതിൻ്റെയൊക്കെ പുതിയ രൂപങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്കയിൽ കത്തി കൊണ്ട് 17 കുത്തി ഭാര്യയെ കൊല്ലുക, തൻ്റെ കുഞ്ഞിന് വേണ്ടി കരയുന്ന ഭാര്യയുടെ കണ്ണുനീര് പോലും മാനിക്കാതിരിക്കുക, പാമ്പിനെ വിട്ട് തൻ്റെ കുഞ്ഞിനെ പോലും ഓർക്കാതെ കുഞ്ഞിൻ്റെ അമ്മയെ കൊല്ലുക, സൈനൈഡ് കൊടുത്തു കൊല്ലുക. ഇതൊക്കെ പുതിയ കാലത്തിൻ്റെ തീവ്രമായ ആയുധങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കരുണയെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കരുണയെന്ന് പറഞ്ഞാൽ അത് പവിത്രമായൊരു സ്നേഹമാണ്. അത് ചിലരെ തിരിച്ചു പിടിക്കലാണ്, അത് ചിലരെ ഉൾക്കൊള്ളലാണ്, അത് ചിലരെ മനസ്സിലാക്കലാണ്. ഇത് നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ധൂർത്തപുത്രനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച, വേദന അനുഭവിച്ചവരെ ചേർത്ത് പിടിച്ച, ആ പാപിനിയായ സ്ത്രീയെ ചേർത്ത് പിടിച്ച ആ അനുഭവത്തിന് പറയുന്ന പേരാണ് കരുണ. ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ വലിയ ഉത്തരവാദിത്വം എന്നത് ചോദിച്ചാൽ ഒത്തിരി മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു ചേർത്ത് പിടിക്കൽ. അതിന് പറയുന്ന പേരാണ് ആത്മീയ കർത്തവ്യം അഥവാ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്, അപരന്റെ സൽകീർത്തി. അപരൻ ആരാണ്? ഉൽപ്പത്തി പുസ്തകം 1:27 പറയുന്നു, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ അപരൻ എന്ന് പറയുന്ന ഒരു വാക്കില്ല. കാരണം അവനിലും എന്നിലും ദൈവത്തിന്റെ തേജസ്. അതുകൊണ്ടാ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഒരു വ്യക്തിയെ പോലും വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ അപകീർത്തിപ്പെടുത്താതിരിക്കുന്നതിന് പറയുന്ന പേരാണ് കരുണ എന്ന് പറയുന്നത്. നമുക്ക് നിന്ദിക്കാൻ പറ്റുമോ ദൈവ തേജസ്സിനെ? ഞാനൊരു വ്യക്തിക്കു നേരെ മോശപ്പെട്ട വർത്തമാനം പറയുമ്പോൾ ഓർത്തോണം, ഞാൻ സംസാരിക്കുന്നത് ദൈവ തേജസ്സിന് നേരെയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും നേരെയാണ്. വിശുദ്ധ കുർബാനയിൽ പടിഞ്ഞാറോട്ട് വിശുദ്ധ കുർബാന എടുത്തുകൊണ്ടുവരുമ്പോൾ കാസായിലും പിലാസയിലും കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നിൽക്കുന്ന ആരാധനാ സമൂഹം നിൽക്കുന്ന എങ്ങനെ? കൈകൾ കൂപ്പി ഭക്തിയോടെയാണ് നിൽക്കുന്നത്. കാരണം ആ പാത്രങ്ങളിൽ ഇരിക്കുന്നത്, ആ തിരുപ്പാത്രങ്ങളിൽ ഇരിക്കുന്നത് കർത്താവിന്റെ തിരുശരീര രക്തമാണ്. എങ്കിൽ അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടുള്ള ഓരോ വിശ്വാസിയും കർത്താവിന്റെ ജീവനുള്ള കാസായും ജീവനുള്ള പിലാസയുമാണ്. പത്രോസിനോട് ക്രിസ്തു പറഞ്ഞ മനോഹരമായൊരു വർത്താനമുണ്ട്. വാളെടുത്ത് കാതർത്തിടുമ്പോൾ പറയുന്നുണ്ട്, പത്രോസെ, വാളെടുക്കുന്നവൻ വാളാൽ വാൾ ഉറയിലിടുക. അപരനു നേരെ നീ തൊടുക്കുന്ന, അത് വാക്കായാലും ആയുധമായാലും ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുകയാണ്, നീ ഉറയിലിടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് കരുണ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ സഹജീവിക്കെതിരെ ഉയർത്തിയേക്കുന്ന നാവാകുന്ന വാള് നീ ഒന്ന് ഉറയിലിടണം. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുകയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ഏത് നിമിഷമെങ്കിലും ഒരാളെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടോ? അതിലുപരിയായി അത്തരം വാളുകൾ നമുക്ക് ഉറയിലിടുവാനുള്ള നിമിഷം കൂടിയാണ് ഇതെന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കണം. വിശുദ്ധ അമ്മ, അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്, അവൾ വാക്കുകളെ നിയന്ത്രിച്ചവളാണ്, മൗനത്തിന്റെ ആഴമെന്തെന്ന് തിരിച്ചറിഞ്ഞവളാണ്.
അവർ അപരനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് വിശുദ്ധയായ മറിയം. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഒമാന്റെ സുൽത്താൻ ഖാബൂസ് കുറച്ചു നാൾ മുമ്പാണല്ലോ അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ തെരുവീതിയുടെ ഇരുവശങ്ങളിലും നിന്ന് അനേകർ കണ്ണീറാർക്കുന്ന, കണ്ണീരൊലിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വല്ലാതെ ഓർത്തു പോകുന്നൊരു സംഭവമാണ്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ഡോക്ടർ ശങ്കൽ ദയാർ ശർമ്മ ഒമാനി ചെല്ലുമ്പോൾ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് സുൽത്താൻ ഖാബൂസ് എയർപോർട്ടിൽ വിമാനത്തിന്റെ അരികിൽ ചെന്ന് സ്വീകരിക്കുകയാണ്. പാശ്ചാത്യ പ്രതിനിധികൾ ചോദിച്ചു, എന്തേ സുൽത്താൻ പ്രോട്ടോകോൾ ലംഘിച്ച് ഇവിടെ വന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ഞാൻ സ്വീകരിക്കാൻ വന്നത് ഭാരതത്തിന്റെ രാഷ്ട്രപതിയല്ല, എൻ്റെ ഗുരുനാഥനെയാണ്. പൂനെയിൽ എനിക്ക് അറിവിന്റെ പ്രകാശം കൊളുത്തിത്തന്ന എൻ്റെ ഗുരുനാഥനെയാണ് ഞാൻ സ്വീകരിക്കാനായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ആദരിക്കണം എന്ന് പറയുന്ന മഹത്തായ അനുഭവം ആ മനുഷ്യൻ ഹൃദയത്തിൽ പേറിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഗുരുവിൻ്റെ തലവഴി കരിയോയിലൊഴിച്ചും ഗുരുവിൻ്റെ കസേര കത്തിച്ചുമൊക്കെ ജീവിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് വില്യം സരോയന്റെ ഹ്യൂമൻ കോമഡി എന്ന് പറയുന്ന മനോഹരമായൊരു നോവലുണ്ട്. റെയിലിന്റെ, അതായത് ട്രെയിൻ പാളത്തിന്റെ ഓരത്തൊരു കുടിലിൽ താമസിക്കുന്ന കുട്ടി, അവന്റെ പ്രധാനപ്പെട്ട ജോലി ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിലെ യാത്രക്കാരെ കൈ ഉയർത്തി കാണിക്കും. പക്ഷെ ആരും അവനെ തിരിച്ചഭിവാദനം ചെയ്യത്തില്ല. ഇരുട്ടിൽ നിന്ന് അവന്റെ അച്ഛനും അമ്മയും അവനെ പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ട്രെയിൻ പോകുമ്പോൾ അവൻ കൈ ഉയർത്തി കാണിക്കുക. അവന്റെ പേര് കൊച്ചു യുലീസസ് എന്ന. യുലീസസ് കൈ ഉയർത്തി കാണിക്കുക ട്രെയിനില്. അപ്പോൾ ആ ട്രെയിനിന്റെ ഏറ്റവും പിറകിലത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് വളരെ ക്രൂരനെന്ന് തോന്നിക്കുന്ന ഒരു പട്ടാളക്കാരൻ അവനെ കൈ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം മകനെ എന്ന്. അവന്റെ മുഖം സന്തോഷം കൊണ്ട് അങ്ങ് ചുവന്നു തടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. അവൻ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനോട് ഒരാൾ പറയുന്നത്, ഞാൻ പോയിട്ട് വരാം മോനെ. അവനെ പരിഗണിച്ചു എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ അനുഭവിക്കുന്ന സന്തോഷം ആ നോവലിൽ ഇങ്ങനെ ആ എഴുത്തുകാരൻ വില്യം സരോയൻ ഇങ്ങനെ വരച്ചു കാട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിനുള്ളിൽ അല്ലെ സമൂഹത്തിൽ ഏറ്റവും എളിയവരെ പോലും പരിഗണിക്കണം. ഒരാൾ മരിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? ഒരാൾ മരിക്കുന്നത് പരിഗണിക്കേണ്ടവർ അവഗണിക്കുമ്പോഴാണ് ഒരാൾ മരിച്ചെന്ന് പറയുന്നത്. അല്ലാതെ ജീവൻ പോകുന്നതല്ല മരണമെന്ന് മാത്രമേ ഉള്ളത്. അതുകൊണ്ട് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം പരിഗണിക്കേണ്ടവർ അവഗണിക്കുമ്പോഴാണ്. അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞ് 16, 9, 40 ഒക്കെ നടത്തി 1000 പേർക്ക് സദ്യ കൊടുക്കുന്നതിലല്ല, വലിയ പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുന്നതിലല്ല, വില കൂടിയ ശവപ്പെട്ടി സമ്മാനിക്കുന്നതിലല്ല. പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നീ കൊടുക്കുന്ന പരിഗണനയാണ് അവരെ ജീവനുള്ളവരാക്കി തീർക്കുന്നത്. അത് ഈ ലോകത്തിലായാലും കൊച്ചുകുഞ്ഞായാലും അപരനെ ആദരിക്കുവാൻ, അപരനെ ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിനു പറയുന്ന പേരാണ് കരുണ എന്ന് പറയുന്നത്. കരുണയുടെ മൂന്നാമത്തെ തലം എന്തെന്ന് ചോദിച്ചാൽ അത് ദാനധർമ്മമാണ്. ദാനധർമ്മമാണ്. മദർ തെരേസ പറയുന്നു, വേദന അനുഭവപ്പെടുന്നത് വരെ കൊടുക്കുക. കരുണയുടെ ഒരു മുഖമാണ്. വേദന അനുഭവപ്പെടുന്നവരെ കൊടുക്കുക, ദാനധർമ്മം. ദാനധർമ്മത്തെ പറ്റി മലങ്കര നസ്രാണികൾ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ടത്, മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നതിനെ കുറിച്ച് 2 ട്രഡിഷനേ ഉള്ളത്. ഒന്ന് സൗത്ത് ഇന്ത്യൻ ട്രഡിഷനും ഒന്ന് നോർത്ത് ഇന്ത്യൻ ട്രഡിഷനും. നോർത്ത് ഇന്ത്യൻ ട്രഡിഷൻ പറയുന്നത് അഫ്ഗാൻ വഴി കരമാർഗം വന്നു എന്നാ. അപ്പോഴാണ് ഗോണ്ടഫോറസ് രാജാവിന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഗോണ്ടഫോറസ് രാജാവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് പാവങ്ങൾക്ക് കൊടുത്ത് സ്വർഗത്തിൽ കൊട്ടാരം പണിത ആളാണ് മാർത്തോമാ ശ്ലീഹ. ഗോണ്ടഫോറസിന് കൊട്ടാരം പണിതത് സ്വർഗത്തിൽ കൊട്ടാരം പണിയില്ല. മാർത്തോമാ ശ്ലീഹ ആ പാരമ്പര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്,
നിന്റെ ദാനധർമ്മം സ്വർഗത്തിലെ കൊട്ടാരം പണിയലാണ്. ഇന്ന് നമ്മളൊക്കെ സ്വർഗത്തിൽ കുടില് കെട്ടി ഭൂമിയിൽ കൊട്ടാരം പണിയുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ദാനധർമ്മത്തിന്റെ ആഴവും അർത്ഥവും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇല്ലായ്മയുടെ നടുവിൽ നിറഞ്ഞ വീഞ്ഞിന്റെ ഭരണികൾ ഉണ്ടായെങ്കിൽ ദാനധർമ്മത്തിന്റെ ശക്തിവത്തായ ആശയം പഠിപ്പിച്ച ഒരമ്മയെ നമ്മൾ ഓർക്കുമ്പോൾ കരുണയുടെ ഒരു മൂർത്തമായ ഭാവവും അനുഭവമാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം ഗിരിപ്രഭാഷണ ഭാഗം തന്നെയാ. ഭൂമിയിലല്ല, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപീൻ. സ്വർഗത്തിലെ നിക്ഷേപം ഭൂമിയിലെ ദാനധർമ്മമാണ്, അപരനെ കരുതലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ വേദനാനുഭവങ്ങളിലേക്കുള്ള ദാനം ചെയ്യലാണ് എന്ന് പറയുന്നുണ്ട്. കപ്പദോക്കയിലെ വലിയമാർ ബസേലിയോസ് പറയുന്നുണ്ട്, അതായത് ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യൻ ഒരു വലിയ ഉറവയ്ക്ക് തുല്യമാണ്, കിണറിന് തുല്യമാണ്. കിണറിൽ നിന്ന് വെള്ളം കോരുന്നതനുസരിച്ച് അതിലെ ഉറവുകൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ദാനധർമ്മം ചെയ്യുന്നവന്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ആ വലിയ പിതാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് പലപ്പോഴും ഈ ഒരു കാലം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഈ കാലത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ അപരനെ കരുതിയത് കൊണ്ടേ സാധ്യമാകുമെന്ന്. ഈ കാലത്തെ അതിജീവിക്കണമെങ്കിൽ പരസ്പരം കൈകോർത്തെങ്കിലേ സാധ്യമായി തീരത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരിക്കലും പറ്റാത്തുറവയെ പറ്റി കപ്പദോക്കയിലെ വലിയമാർ ബസേലിയോസ് വരച്ചു കാട്ടുന്ന ചില വേദപുസ്തക ചിത്രങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ അവൻ അവലാക്കി മാറ്റി, അതായത് നെല്ല് കുത്തി അത് അവലാക്കി മാറ്റി അവൻ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം അവൻ ശ്രദ്ധിക്കണം. അവന്റെ വീട്ടിൽ പട്ടിണിക്കിരിക്കുന്ന കൊച്ചുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. അവരുടെ പട്ടിണിക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് അത് ഈശ്വരനായി സതീർത്ഥ്യനായി വേർതിരിച്ചു വെക്കുന്നത്. അപ്പോഴാണ് കുചേലന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ പട്ടിണിയിൽ ഇരിക്കുമ്പോൾ, തൻ്റെ ഭാര്യ പട്ടിണിയിൽ ഇരിക്കുമ്പോൾ, ആ പട്ടിണിയിൽ നിന്ന്, അവരുടെ വിശപ്പിന്റെ നടുവിൽ നിന്ന് അവല് മാറ്റി വെക്കുവാൻ കുചേലന് കഴിഞ്ഞുവെന്നുള്ളതാണ് അവന്റെ അനുഗ്രഹത്തിന്റെ കാരണമായി മാറിയത്. അതുകൊണ്ട് കൈകൾ നിറഞ്ഞിട്ടും പൂണി നിറഞ്ഞിട്ടും അല്ല ദാനധർമ്മം നിർവഹിക്കാൻ തുടങ്ങേണ്ടത്, മറിച്ച് ഇല്ലായ്മകളിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് ദാനധർമ്മത്തിന്റെ ഏറ്റവും മഹത്തരമായ അനുഭവമെന്ന് നമ്മൾ ഓർക്കണം. കൊടുക്കൽ വാങ്ങലുകളുടെ എത്ര മനോഹരമായ ഉദാഹരണം നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയപ്പെട്ടവര്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ തന്നെ കൊടുക്കൽ വാങ്ങലിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. സുകുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അബ്രഹാമിന് ഹൃദയം കൊടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത്. സുകുമാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷക്രിയ നടത്താൻ നേരം പുരോഹിതന്മാർ പറഞ്ഞു, ഇപ്പൊ അത് നടത്താൻ പറ്റത്തില്ല, അബ്രഹാം കൂടി മരിച്ചിട്ടേ ആ ക്രിയ നിർവഹിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി മറ്റൊരാളുടെ ചങ്കിടിപ്പായി തീരുക എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ ദാനം എന്താ? ഇതിൽ വലിയ മാനവികത എന്താ? ആ മാനവികതയ്ക്ക് പറയുന്ന പേരാണ് കരുണ എന്ന് പറയുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു ഓർപ്പിക്കുന്ന അതാണ്. സദൃശവാക്യങ്ങൾ 22:16 ആദായമുണ്ടാകേണ്ടതിന് എളിയവനെ പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നീ കരുണ ചെയ്യണം. അത് അന്യായമായി സമ്പാദിച്ചതിൽ നിന്ന് ആകരുത് എന്നുകൂടി ഓർക്കണം. മാത്രമല്ല, പുതിയ കാലത്തിന്റെ സുവിശേഷമാണ് EIA എന്നറിയപ്പെടുന്നത് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. EIA 2020 വരാൻ പോവുകയാണ്. നമുക്ക് ആർത്തി കൂടി ഇനി ഈ ഇന്ത്യ രാജ്യത്ത് വിൽക്കാനൊന്നുമില്ലെന്നേ. ഇനി വിൽക്കാനുള്ളത് ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വായുവും ഇവിടുത്തെ മനുഷ്യരും സാധാരണക്കാരൊക്കെ ഉള്ളൂ. അതിനെ കൂടി കോർപ്പറേറ്റുകൾക്ക് കച്ചവടമാക്കുമ്പോൾ ഇനി എൻ്റെ രാജ്യത്ത് ബാക്കി എന്തുണ്ട്? ഇവിടുത്തെ സാധാരണക്കാരൻ ആവശ്യപ്പെടുന്നത് കരുണയുടെ അനുഭവമാണ്. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരു പുഴയോരത്തിരിക്കുക. അപ്പോഴുണ്ട് ദൂരെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട്.
അവർ കുളിച്ചിട്ട് കയറുന്നില്ല. മണിക്കൂറുകളായി അവിടെ ഇരുന്നുകൊണ്ട് സാത്വികനായ മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട്, ബേട്ടി, നീ ഇങ്ങനെ വെള്ളത്തിൽ കടന്നാൽ നിനക്ക് പനി പിടിക്കും, എന്താണ് നീ കയറാത്തത്? ഉടനെ അവിടെ നിന്നുകൊണ്ട് ആ മഹാത്മാഗാന്ധിയോട് ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് കരയ്ക്ക് കയറി മാറി ഉടുക്കാൻ ചേലയില്ല. മഹാത്മാഗാന്ധി കുറിക്കുകയാണ്, എനിക്ക് നാണം അനുഭവപ്പെട്ട നിമിഷമാണത്. കാരണം ഞാനൊരു മേൽവസ്ത്രം ധരിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ അന്നൊരു തീരുമാനമെടുക്കുകയാണ്, ഭാരതത്തിൽ എല്ലാവർക്കും വസ്ത്രം ലഭിച്ചിട്ടും മാത്രമേ ഞാൻ എൻ്റെ മേൽവസ്ത്രം ധരിക്കുകയുള്ളൂ. മഹാത്മാഗാന്ധി അർത്ഥനഗ്നനായ ഒരു ഫക്കീറായി ചരിത്രം എഴുതുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കും, ഈ മനുഷ്യന് വിദേശ രാജ്യത്തൊക്കെ മേൽവസ്ത്രമില്ലാതെ പോകുന്നത് നാണമില്ലേ എന്ന്. ഞാൻ പറയും, നമുക്ക് പറയാൻ കഴിയും, അദ്ദേഹം പഠിപ്പിച്ച ഇതാണ്, മറ്റുള്ളവൻ ബുദ്ധിമുട്ടി കഴിയുമ്പോൾ നമ്മൾ ഔന്നത്യത്തിൽ കഴിയുന്നതാണ് ഏറ്റവും നാണമില്ലാത്ത കാര്യമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കാരുണ്യത്തിന്റെ ഒരു മഹാമനസ്കത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദാനധർമ്മം കാരുണ്യത്തിന്റെ മറ്റൊരു ഭാവമാണ്. ഗിരിപ്രഭാഷണത്തിലെ കരുണയെ പറ്റിയുള്ള 4ാമത്തെ ചിന്ത അതിങ്ങനെയാണ്, ഉപദ്രവിക്കുന്നവരോടുള്ള കരുണയാണ്. ഉപദ്രവിക്കുന്നവരോടുള്ള കരുണയാണ്. ആ കരുണയുടെ ഏറ്റവും നിതാന്തമായ ഭാവം ക്രിസ്തുവാണെങ്കിലും അപ്പോസ്തല പ്രവർത്തികളിൽ 7-ാം അധ്യായം 56 മുതൽ 60 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും മനോഹരമായൊരു രംഗം. ക്രൈസ്തവ സഭയുടെ ക്രൈസ്തവ പശ്ചാത്തലത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് കല്ലേറ് വാങ്ങിക്കുകയാണ്. ആ കല്ലേറിന്റെ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയാണ് വേദഭാഗം. ആ പ്രാർത്ഥനയ്ക്ക് 2 ആക്ഷൻ കാണാൻ കഴിയും. ഒന്നാമത് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. സ്തെഫാനോസ് പ്രാർത്ഥിച്ചത് നിന്നുകൊണ്ടാ. എന്നാൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അതാണ് കരുണയുടെ രൂപം എന്ന് പറഞ്ഞാൽ. സ്വന്തം കാര്യം പ്രാർത്ഥിക്കാൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാൽ കല്ലെറിയുന്നവർക്ക് വേണ്ടി, ആ കൂട്ടത്തിൽ ഒരുത്തരം നിപ്പുണ്ട്, ശൗൽ, കല്ലെറിയുന്നവരുടെ വസ്ത്രം പിടിച്ചോണ്ട് നിൽക്കുന്നേ. സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നത് അവരിനു വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തുക, ഭൂമിയോളം താഴുക. എന്തിനാ? ദൈവമേ, അവരുടെ പാപം അവരുടെ മേൽ നിർത്തരുതേ. എത്ര കരുണയാണ് സ്തെഫാനോസിൽ നിന്ന് ഒഴുകുന്നത്. ഇപ്പൊ ഇക്കോ ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് സീഡ് പെൻ, വിത്ത് പേന ഉണ്ടാകുന്നുണ്ട്. എന്തിനാ ഈ വിത്ത്? എവിടെങ്കിലും എറിഞ്ഞാൽ എവിടെങ്കിലും കിടന്ന് കിളിക്കട്ടെ. അന്ന് സ്തെഫാനോസിൽ നിന്ന് ഒഴുകിയ മഹാകരുണയുടെ, ഉപദ്രവിച്ചവർക്ക് നേരെയുള്ള കരുണയുടെ ഹൃദ്യമായ ഭാവമാണ് ശൗലിന്റെ മനസ്സിൽ ഒരു വിത്ത് വീണത്. ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിത്ത് വീണത്. ആ വിത്ത് വളർന്നാണ് ക്രൈസ്തവ സഭയ്ക്ക് ഒരു വലിയ ശില്പി രൂപപ്പെട്ടു വന്നതെന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കണം. കുരിശ് പൊറുതിയുടെ, കരുണയുടെ, ക്ഷമയുടെ വലിയ ഭാവമാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന് യഹൂദന്മാരോടുള്ള സർവവിരോധവും ക്രൂശിച്ചവരോടുള്ള സർവവിരോധവും അവിടെ അവസാനിച്ചു. കുരിശിൽ വെച്ച് അവസാനിച്ചു. ഇവരോട് പൊറുക്കണേന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ നമുക്ക് മനസ്സിലാകാത്തത്, ഇപ്പോഴും ദുഃഖവെള്ളിയാഴ്ച ആരാധനകളിലൊക്കെ ഈ വിദ്വേഷത്തിന്റെ ഒരു ഫ്ലേവർ വല്ലാതെ കലർന്നു വരുന്നുണ്ട് എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ക്രിസ്തു അവസാനിപ്പിച്ച വിദ്വേഷം പിൽക്കാലത്ത് തുടർന്നു പിടിക്കുന്നത് ഉചിതമല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് വിദ്വേഷത്തിന്റെ ഭാവം നമ്മുടെ ആരാധനാ സംസ്കാരത്തിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയ സംസ്കാരത്തിൽ നിന്നും നീക്കി നിർത്തേണ്ടത് അനിവാര്യമാണ്. ഒരുപക്ഷെ ഹിറ്റ്ലർ എന്ന് പറയുന്ന യഹൂദ വിരോധിയെ ലോകത്ത് സൃഷ്ടിക്കുന്നതിൽ പല തത്വശാസ്ത്രവും മുഖാന്തരമായിട്ടുണ്ട് എങ്കിലും പരോക്ഷമായ ഒരു തത്വശാസ്ത്രം പിൽക്കാലത്ത് ക്രൈസ്തവരെന്ന് പറയുന്നവർ യഹൂദ വംശത്തോട് പുലർത്തിയ വിദ്വേഷത്തിന്റെ ഒരു ഭാവം കൂടിയുണ്ട് എന്നുള്ളത് ചരിത്രപരമായ വിലയിരുത്തൽ കൂടിയായി നമ്മളൊന്ന് കാണേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. നമ്മുടെ ഹൃദയത്തിലൊക്കെ ആരോടൊക്കെയോ കാലുഷ്യവും വിരോധമൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ സ്തെഫാനോസിന്റെ ജീവിതം പഠിപ്പിക്കുകയാണ്, കർത്താവിൽ നിന്ന് കരുണ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ മുട്ടുകുത്തി
നൊമ്പരപ്പെടുത്തിയവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മാതാവിൻ്റെ പെരുന്നാളിൽ ഇതിൽ വലിയ കരുണ എന്താണ് ഒഴുകാനുള്ളത്? ഇന്ന് ഈ തിരുവചനം ഹൃദയത്തിൽ ഒന്ന് ധ്യാനിച്ചിട്ട് ഒന്ന് മുട്ടുകുത്തി നിന്ന് ആരോടെങ്കിലും കാലുഷ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊന്നോർത്ത് നോക്കിക്കേ, ഈ കോവിഡ് കാലത്ത് മക്കളെ കാണാതെ മരിച്ച എത്രയോ അമ്മമാരുണ്ട്. പണിതീർത്ത വീട്ടിലൊന്ന് കയറിക്കിടക്കുവാൻ കഴിയാതെ ജീവിതം വിട്ടുപോയ എത്രയോ മനുഷ്യരുണ്ട്. പങ്കാളിയോട് ഒന്ന് യാത്ര പറയാൻ കഴിയാതെ മടങ്ങിപ്പോയ എത്രയോ പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു മാന്യമായ ശവസംസ്കാരം പോലും ലഭിക്കാതെ മൺമറഞ്ഞു പോയവരുണ്ട്. മനുഷ്യ ജീവിതം എത്ര നശ്വരമാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് ജീവനോടിരിക്കുന്ന കാലത്താണ് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. മുംതാസിനു വേണ്ടി താജ്മഹൽ ഷാജഹാൻ പണിഞ്ഞെങ്കിലും, ലോകത്തുള്ള അനേകർ അവിടെ വരുന്നെങ്കിലും, തൻ്റെ സ്നേഹനിധിയായ മുംതാസിന് ഒരിക്കൽ പോലും താജ്മഹൽ കാണാൻ അർഹത കിട്ടിയില്ല. അതുകൊണ്ട് ഓരോ സ്മാരകങ്ങളും നമ്മളെ ഓർപ്പിക്കുന്നതാണ്, ജീവിച്ചിരിക്കുമ്പോൾ നീ ചെയ്യുന്ന കരുണയാണ് സ്മാരകങ്ങൾ. ജീവിച്ചിരിക്കുമ്പോൾ നീ മറ്റുള്ളവന്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്ന നന്മയാണ് ഹൃദയത്തിലെ സ്മാരകങ്ങൾ. അതിന് താജ്മഹലിനേക്കാൾ തിളക്കമുണ്ട്, താജ്മഹലിനേക്കാൾ മഹത്വമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ രാത്രി ദൈവിക കൃപയുടെ അനുഭവത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ന് രാത്രി നമുക്കൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയണം അപരനോട്. കാരണം നാളെ നേരം പുലരും വരെ നമുക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം വിദ്വേഷം മനസ്സിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഓരോ വർത്തമാനവും അവസാനത്തെ വാക്കാണെന്നോർത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ എത്ര ഹൃദ്യമായൊരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയും. അമ്മയെന്ന് പറയുന്ന മഹാസങ്കല്പം, അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. നന്മയല്ലാത്ത ഒന്നും നമ്മുടെ കയ്യിൽ വെക്കാൻ അമ്മ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ കുഞ്ഞു പരുവത്തിൽ വേണ്ടാത്ത ഒരു കാര്യം നമ്മുടെ കയ്യിലിരുന്നാൽ അമ്മ വാങ്ങിച്ചിട്ട് പറയും, ദേ കാക്ക കൊണ്ടുപോയെന്ന്, ദേ കാക്ക കൊണ്ടുപോയെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ കാക്കയുടെ കയ്യിൽ അമ്മയുടെ എത്ര സമ്പാദ്യം കാണും, എന്തെല്ലാം കാര്യമാണ് അമ്മ കാക്കയെ ഏൽപ്പിച്ചേക്കുന്നേ. പക്ഷെ എന്തുകൊണ്ടാ ആ കാക്കയുടെ കയ്യിൽ കൊടുത്തെന്ന് പറയാ മനസ്സിലാക്കേണ്ടത്, തൻ്റെ കുഞ്ഞിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഒരമ്മ കയ്യിൽ കൊടുക്കാറില്ല. നിശ്ചയമായും കർത്താവിൻ്റെ അമ്മ പ്രാർത്ഥനയുടെ അനുഭവമായി നമുക്കൊപ്പം നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കരുണ കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെയും കാലത്തെയും ലോകത്തെയും തിരിച്ചു പിടിക്കാനുള്ള ഒരു മനോഹര അനുഭവമാണ് എന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ലെമഫ് എച്ച് ഹോഗ് എന്ന് പറയുന്ന നോർവീജിയൻ കവിയുടെ കവിത ഇങ്ങനെയാണ്: എനിക്ക് ദാഹിക്കുമ്പോൾ കടല് തരണ്ട, വെളിച്ചത്തിന് പറയുമ്പോൾ ആകാശവും വേണ്ട, ഒരു സൂചന മതി, ഒരു തുള്ളി മഞ്ഞ്, ഒരു പ്രകാശകണം. ഇതെങ്കിലും നമ്മുടെ സമൂഹത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗ്ഗ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ ഹൃദ്യമായ ജീവിതത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. ദൈവമേ, നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൽ കരുണയുടെ അനുഭവങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വഴിതെറ്റിപ്പോയവരൊക്കെ ഒന്ന് തിരിച്ചുപിടിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അപരനിൽ ദൈവസാദൃശ്യമുണ്ടെന്നും അവനെ ദോഷം ചെയ്യരുതെന്നും ഉള്ള ബോധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ലഭിച്ച നന്മകൾ ഞങ്ങൾക്ക് മാത്രമല്ല കർത്താവേ, ചിലതൊക്കെ ദാനം വെക്കാനാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഉപദ്രവിച്ചവർ കാണാം, പക്ഷേ സ്തെഫാനോസിനെ പോലെ മുട്ടുകുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ ചൊരിയണമേ. പ്രവാസ ലോകത്ത് കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ ഭാരങ്ങളിൽ സാധ്യതകൾ കണ്ടെത്തുവാനും അനുഗ്രഹിക്കപ്പെടുവാനും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമായി കിടക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവന് വേണ്ടി മല്ലിടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കടത്തിന്റെ താഴ്വരയിൽ കരയുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, വിടുവിക്കലിൻ്റെയും സൗഖ്യത്തിൻ്റെ അനുഭവം അവരിലേക്ക് പകർന്നു കൊടുക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥ അണയ്ക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ,
പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹൃദയത്തിൽ ഒന്നൊരു വിട്ടോട്ടെ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നിസ്തുല നാമത്തിൽ തന്നെ ആമീൻ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള സ്നേഹവും ആദരവും നന്മയും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ഈ തീർത്ഥാടനത്തിൻ്റെ അനുഭവങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.